നമസ്കാരം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുകയാണ്. ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ നടപടിയെടുത്ത ഇസ്രയേൽ ഇപ്പോൾ ഗാസ മുനമ്പിലേക്കുള്ള വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചു. ഇത് ഗാസ മുനമ്പിലെ ഡീസൈലിനേഷൻ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. ഇതിനെ തുടർന്ന് ജലക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കയിലേക്കാണ് കാര്യങ്ങളെ നയിക്കുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം സമീപകാലത്ത് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് പ്രസിഡന്റ് ആയപ്പോഴാണ് ഇരുപക്ഷവും താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിച്ചത്. തൽഫലമായി പ്രദേശത്ത് ക്രമേണ സമാധാനം തിരിച്ചുവരികയും ചെയ്തു. അതേസമയം ഇസ്രയേൽ ഇപ്പോൾ ഗുരുതരമായ നടപടികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. വൈദ്യുതി വിച്ഛേദിച്ച സാഹചര്യത്തിൽ ഗാസയ്ക്കെതിരായ നടപടിയുടെ അടുത്ത ഘട്ടമായി ഗാസ മുനമ്പിലേക്ക് വിതരണം ചെയ്യുന്ന വൈദ്യുതി ഉടൻ വിച്ഛേദിക്കുമെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. ഹമാസുമായുള്ള സംഘർഷം ഇതിനകം വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ ഈ നീക്കം. ഇസ്രയേലി ഊർജ്ജമന്ത്രി എലി കോഹിന്റെ ഉത്തരവനുസരിച്ചാണ് ഈ നീക്കം. ഹമാസിന് ഇപ്പോഴും നിരവധി ബന്ദികളെ മോചിപ്പിച്ച് കിട്ടാനുണ്ട്. ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കുന്നതിൽ വലിയ താൽപര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതിന്റെ ഭാഗമായി ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഇസ്രയേൽ ഇപ്പോൾ വൈദ്യുതി വിതരണം വിച്ഛേദിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കഴിയുന്ന എല്ലാ നടപടികളും തീർച്ചയായും സ്വീകരിക്കും. ഇത് ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യും. മറ്റൊരു ആക്രമണം നടത്താൻ ഹമാസ് ഗാസയിൽ ഇല്ലെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കുമെന്ന് പെട്ടെന്നുള്ള ഉത്തരവിനെക്കുറിച്ച് ഇസ്രയേലി ഊർജ്ജമന്ത്രി എലി കോഹൻ പറഞ്ഞു. ജലക്ഷാമം കാരണം ഗാസയിലെ വൈദ്യുത നിലയങ്ങളിലേക്ക് വൈദ്യുതി അയക്കുന്നത് നിർത്താൻ ഇസ്രയേൽ വൈദ്യുതി കോർപ്പറേഷനോട് നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് ഒരു കത്തും നൽകിയിട്ടുണ്ട്. ഇത് ഗാസ മുനമ്പിലെ സാധാരണ ജീവിതത്തെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. കടലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാസയിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. കടൽ വെള്ളത്തിൽ നിന്നുള്ള ഉപ്പുവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ വഴിയാണ് അവർ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഈ പ്ലാന്റിലേക്കുള്ള വൈദ്യുതി വിതരണവും വിച്ഛേദിക്കപ്പെടുമെന്നതിനാൽ ജല ഉൽപാദനത്തെയും ഇത് ബാധിക്കുമെന്ന് ഭയപ്പെടുന്നു. 20 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഗാസ മുനമ്പ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വർഷങ്ങളായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലെ നിരപരാധികളായ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഗാസ മുനമ്പിൽ ഇതിനകം തന്നെ പരിമിതമായ വൈദ്യുതി വിതരണമാണുള്ളത്. മേഖലയിലെ ആളുകൾ ജനറേറ്ററുകളെയും സോളാർ പാനലുകളെയുമാണ് ആശ്രയിക്കുന്നതും. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നതോടെ പെട്ടെന്നുള്ള സംഘർഷത്തിന് കാരണം എന്താണെന്നാണ് പലരും ആശ്ചര്യപ്പെടുന്നത്. ഹമാസ് വെടിനിർത്തൽ കരാർ പാലിക്കാത്തതിനാലാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നാണ് ഇസ്രയേൽ പറയുന്നത്. 6 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിന്റെ അവസാന ആഴ്ചയിൽ ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചു. പകരം സ്ഥിരമായ വെടിനിർത്തൽ, ഗാസയിൽ നിന്ന് ഇസ്രയേലിന്റെ പിൻവാങ്ങൽ, പുനർനിർമ്മാണ പ്രക്രിയ തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടത്തിൽ ചർച്ചകൾ ആരംഭിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. മറുവശത്ത് പൌരന്മാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ ചർച്ചകൾക്ക് തയ്യാറല്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഗാസയിലേക്കുള്ള വൈദ്യുതി ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ വിച്ഛേദിച്ചത് ഗുരുതരമായ മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വീണ്ടു വിചാരമില്ലാത്തതും മനുഷ്യത്വരഹിതവുമായ തീരുമാനമാണ്. വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനും സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കാനും ഇസ്രയേലിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഗാസയിലെ ജനത അന്തസ്സോടെ ജീവിക്കാനും അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കുന്നതിനും അർഹരാണ്.